ഗുഡ് മോർണിംഗ്. സമയം 9:26 നമ്മൾ ലെവൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം. നിഫ്റ്റിയിൽ 24,718 താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ അപ്പ് സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യും. ഇനി അതല്ല 25,62 മുകളിലേക്കാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യും. ഞാൻ 24,718 വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നതാണ് എൻ്റെ പ്ലാൻ. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 55,177 അതായത് 55,177 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് നമുക്ക് നോക്കാം. ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം. ഡൗൺ സൈഡിലേക്ക് ഒരുപാട് മുകളിലാണ് ലിക്വിഡിറ്റി ഏരിയകൾ. പിന്നെ ഓരോ സിങ് ഹൈകളും പ്രീവിയസ് ഡേ ഹൈ ഒക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഈ ഒരു ഏരിയയിലെത്താണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. 10 മണി നമുക്കൊരു എൻട്രി എടുക്കാം. നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഇത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി കേട്ടോ. 215 നമുക്ക് എൻട്രി വന്നത്. 5.84. ഇപ്പോൾ തന്നെ 5 പോയിൻ്റ് ആയി തോന്നുന്നുണ്ട്. 20 അല്ലേ? അതായത് ഇന്ന് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് ശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയാണ്. ഓക്കെ, അതാണ് ഇന്ന് നിഫ്റ്റിയിലുള്ള ട്രേഡ്. അതായത് അപ്പ് സൈഡിലേക്കുള്ള. നമുക്ക് പ്രീവിയസ് ഡേൻ്റെ മാർക്കിങ്ങിലേക്കൊന്നും മാർക്കറ്റ് എത്തിയില്ല. പ്രീവിയസ് ഡേക്കിൻ്റെ മാർക്കറ്റിൽ എത്തണമെങ്കിൽ ഒരുപാട് താഴേക്ക് വരണം നിഫ്റ്റിയിലെ. നല്ല പ്രോഫിറ്റ് വരുന്നുണ്ട്. 4,000 സംതിങ് ഒക്കെ ആയി. തൊട്ടടുത്ത് തന്നെ ഒരു 5 minutes ഐഡീസ് ഉണ്ട് താഴേക്ക് നോക്കാൻ പറ്റി. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കാം. ഇത് ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ടാർജറ്റേക്ക് വരുമ്പോൾ 1:5 റേഞ്ചൊക്കെ ഉണ്ടാവാണ്ടാണ്. നല്ലൊരു മൂവ്മെൻറ്റം കിട്ടുകയാണെങ്കിൽ. അത് എസ് എൽ ആണെങ്കിൽ നമുക്ക് 6 പോയിൻ്റ് ആണ് എസ് എൽ. 3,000 സംതിങ് ആയിരിക്കും നമുക്ക് ലോസ് വരിക. പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു 15,000 റേഞ്ചിലായിരിക്കും പ്രോഫിറ്റ് വരിക. ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടോ. ഭയങ്കര സ്പൈക്കിലാണ് അടിച്ചത്. നല്ലൊരു അതുകൊണ്ട് തന്നെ പ്രീമിയം നമുക്ക് 6 പോയിൻ്റിലധികം പോയിട്ടുണ്ട്. 3,400 റേഞ്ചൊക്കെ ലോസ് വന്നിട്ടുണ്ട്. അതായത് 215.84 എൻട്രി എടുത്തിട്ട് 209.25 പോയി. 209.17 പോയിട്ടുണ്ട്. അതായത് അതാണ് 3,400 ആയത്. കുഴപ്പമില്ല. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് എസ് എൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ, കുറേ ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന രീതിയുണ്ട് മാർക്കറ്റിൽ. ഫസ്റ്റ് ട്രേഡ് പ്രോപ്പർ സെറ്റപ്പ് നമ്മൾ എടുത്തതിന് ശേഷം സെക്കൻഡ് ട്രേഡ് ഒരു മൂവ്മെൻറ്റാണ് കാണുന്നത്. ഇനി അതുപോലെ എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കുക. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാതാലും. ഇനി ഒരു പുതിയ പ്രൈസ് ആക്ഷനൊക്കെ ഫോൺ ചെയ്ത് ചെയ്യണം. ഒന്ന് റിലാക്സ് ആവുക. കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ഏതായാലും ഇനി ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:58 ആയിട്ടുണ്ട്. നമുക്ക് ഒരു ചാൻസും കൂടെ നോക്കാം ട്രേഡ്. അതിൻ്റെ ഇടയിൽ ഒരു സ്കാൽപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പ്രീവിയസ് ഡേയിലൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം എസ് എൽ അടിച്ചിട്ട് രണ്ടാമത് ലിക്വിഡിറ്റി എടുത്ത് ട്രൈ ചെയ്യുമ്പോൾ നോക്കാം. പക്ഷേ അതൊരു പ്രോപ്പറായിട്ടുള്ള നമ്മൾ ഓൾറെഡി ഒരു സെറ്റപ്പ് എടുത്തതിനെ കൊണ്ട് തന്നെ ഞാൻ സ്കാൽപ്പിംഗ് ആയി ചെയ്ത് പ്രോഫിറ്റ് പോകുന്നതിനനുസരിച്ച് അങ്ങനെ ജസ്റ്റ് ട്രെയിൽ ചെയ്താൽ ചെറിയൊരു 1:2 ഒക്കെ റേഞ്ചിലൊക്കെ എത്തി. അപ്പോൾ ഞാൻ കോസ്റ്റ് കുറച്ച് കയറ്റി വെച്ച് കൊടുത്തു. അങ്ങനെ അത് ജസ്റ്റ് ഇടിച്ച് വെച്ച് അത് ചെറിയൊരു പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റി, അത്രേ ഉള്ളൂ. ഒരു പ്രോപ്പർ സെറ്റപ്പ് അല്ലാത്തതുകൊണ്ടാണ് ആ രീതി ചെയ്ത്. പക്ഷേ നമുക്ക് രണ്ടാമതൊരു ട്രേഡ് വരുന്നുണ്ട്. അതായത് ഇന്ന് രാവിലെ ഞാൻ മാർക്ക് ചെയ്തില്ല 24,718 എന്നുള്ള ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എക്സാക്ട്ലി നിഫ്റ്റി ടാപ്പ് ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ എക്സാക്ട്ലി ടാപ്പ് ചെയ്താൽ മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് നിന്ന് അപ്പ് സൈഡിലേക്ക്. നമുക്ക് താഴെ തന്നെ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ 10-40 പോയിൻ്റ് മാർക്കറ്റ് മുകളിലേക്ക് കയറി. പക്ഷേ അതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് എൻട്രി ഏരിയയിലേക്ക് വരുന്നത്. മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. ഒരു എന്താ പറയുക, ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി എടുക്കാം. വെയിറ്റ് ചെയ്യാം. സമയം 11 മണി ആയിട്ടുള്ളൂ. 5 minutes. ഓക്കെ, നമുക്ക് എൻട്രി വരുന്നുണ്ട്. എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. നമുക്ക് 24,750 കോൾ ഓപ്ഷൻ റെഡിയാക്കി വെക്കാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ 2,800 സംതിങ് ആയി. നേരത്തെ 3,400 ആയിരുന്നു. ചെറിയൊരു പ്രോഫിറ്റ്, അതൊരു 4,000 5,000 വരെ വന്നതാട്ടോ ആ പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ ട്രെയിൽ ചെയ്ത് കൊടുത്തായിരുന്നു. ഇല്ല, എൻട്രി കിട്ടിയില്ല. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി. പ്രീമിയം അത് 240 ഉള്ളത്. ഇപ്പം ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എൻട്രി വരട്ടെ. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഓക്കെ, നമുക്ക് എൻട്രി എന്താ പറയുക 231.88 എൻട്രി കിട്ടിയത് കേട്ടോ. ജസ്റ്റ് ആ ഒരു ക്യാൻഡിൽ ലോ എടുത്ത സമയത്താണ് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി കിട്ടിയത്. അതിൽ നമുക്ക്
ടാർജറ്റിലേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്, 1:5 എബോവ് ഒക്കെ ഉണ്ട്. ഇനി അതല്ല ആ ഒരു സിങ് ഹൈ എടുക്കുകയാണെങ്കിൽ ഒരു 1:2 മീൻസ് പുതിയൊരു 5 മിനിറ്റ്സ് ഐഡിയസ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. രണ്ട് ഓപ്ഷൻ നോക്കാം, ഏതാ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക്. അതല്ല മാർക്കറ്റ് നേരെ വന്നിട്ട് താഴേക്കാണ് വരുന്നതെങ്കിൽ SL അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം. 2 SL ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യേണ്ട പിന്നെ എന്നുള്ളൂ. ഓക്കെ, സമയം 11 മണി ആയിട്ടുള്ളൂ അല്ലേ. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചാൽ ഇത് ഈ ഒരു എൻട്രി എടുക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ നമ്മൾ മാർക്കിങ് ചെയ്ത ഏരിയ ഉണ്ടല്ലോ, ലിക്വിഡിറ്റി ഏരിയ 24,718 എക്സാക്ട്ലി ഡൗൺ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ജസ്റ്റ് തൊട്ടിട്ടുള്ളൂ, അവിടെ നിന്ന് പറന്ന് മാർക്കറ്റ്. അതിൻ്റെയൊക്കെ ഒരു വ്യൂ ശ്രദ്ധിച്ചാൽ അറിയാം. ഇന്നലെ മാർക്കറ്റ് നന്നായിട്ട് ബുള്ളിഷായ മാർക്കറ്റ്, എല്ലാവരും അപ്സൈഡിലേക്ക് കോൾ ഓപ്ഷനൊക്കെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന ആളുകളൊക്കെ പേടിച്ച് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്നലത്തെ ഏരിയൻ്റെ ഏകദേശം ലോ ഏരിയയിലാണ്, ഒരു ലോ ഏരിയയിലാണ് മാർക്കറ്റ് നേരെ പോയി ടാപ്പ് ചെയ്ത്. അപ്പോൾ ഒരുവിധം ഇന്നലെ പിന്നെ എന്താ പറയുക, ഇന്നലെ പകുതി വെച്ച് കയറിയ ആളുകൾക്കൊക്കെ വലിയ ലോസിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ടോപ്പിൽ നിന്ന് കയറിയ ആളുകൾക്ക് ഒടുക്കത്തെ ലോസ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇവൻ തുടക്കത്തിൽ നിന്ന് കയറിയ ആളുകൾക്ക് പോലും മന്ത്ലി എക്സ്പയറി ഒക്കെ എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കൊക്കെയാണ് എടുത്തവർക്കൊക്കെ ലോസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ പറയാം പ്രീവിയസ് ഡേയിൽ കേട്ടോ, ഈവൻ എല്ലാ ഇതിലും അങ്ങനെ ഉണ്ടാവുക. നോക്കാം നമുക്ക്. ഏതായാലും പിന്നെ ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ അല്ലേ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിനായിട്ട് അടിച്ചത്. കാരണം ഒരു സിങ് ഹൈ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ്സ് ഐഡിയസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിലും അവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ വീണ്ടും റീ എൻട്രി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് 10,000 വരെയൊക്കെ പ്രോഫിറ്റ് പോയതാണ് ട്രേഡിൽ. കുഴപ്പമില്ല, ഇനി വീണ്ടും ഈ 24,746 എത്തുമ്പോൾ അപ്സൈഡിലേക്ക് നോക്കാം ചാൻസ് വരികയാണെങ്കിൽ, അതായിരിക്കും ബെറ്റർ. ഇന്നത്തെ 2 ട്രേഡ് അങ്ങനെ തന്നെ അല്ലേ, ഒന്ന് 6,000 പ്രോഫിറ്റ്, ഒന്ന് 10,000 വരെ പ്രോഫിറ്റ് കാണിച്ചു. ബാങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരാട്ടെ. സമയം 11:48 നമ്മൾ ആ ഒരു ലിക്വിഡിറ്റി ഉണ്ടല്ലോ, നമ്മൾ ട്രേഡ് എന്തുകൊണ്ടാണ് പിന്നെ കോസ്റ്റ് പ്രൈസ് വെക്കാൻ കാരണം, ഇവിടെ ആ ഒരു ഹൈ എടുത്ത സമയത്ത് വീണ്ടും ഒരു ലിക്വിഡിറ്റി ഡൗൺ സൈഡിൽ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ചിലപ്പോൾ മൂവ് ചെയ്യുന്നത് ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിൽ, വീണ്ടും ലിക്വിഡിറ്റി എടുത്തിട്ടൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എൻട്രി ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഇനി കുറച്ച് താഴെ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കാം. ഏതായാലും നമ്മൾ ഓവറോള് ബാങ്ക് നിഫ്റ്റിയും ഇതുപോലെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്ത ഏരിയൻ്റെ ലോ എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും അപ്സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ഈ 54,430 40 ആ റേഞ്ചിലെങ്ങാണ്ട് ഒരു ഇൻറ്റേർണൽ IDX ഒക്കെ ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട്. അങ്ങോട്ട് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും അപ്സൈഡിലേക്ക് ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൻ്റെ ഫേക്ക് ഔട്ട്, അതായത് ഒരു നോർമലി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ആ ബ്രേക്ക് ഔട്ട് ചെയ്ത ഏരിയയിലെ ക്യാൻഡലിൻ്റെ ലോയിലായിരിക്കും ഇപ്പോൾ എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ആ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം. അതൊരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ്. നിഫ്റ്റിയിൽ ഇപ്പം 1 മിനിറ്റിൽ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാം. നമ്മൾ ആ നേരത്തെ ട്രേഡ് ഉണ്ടല്ലോ 10,000 വരെ പോയ ട്രേഡ് കുറച്ചും കൂടെ മൂവ് ചെയ്തിരുന്ന് ടാർഗറ്റ് അടിച്ചേനെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എവിടെ നിന്നാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ആളുകൾ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ആ ഒരു ഏരിയയിലെത്തുമ്പോൾ ഇറങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കുക. നമുക്ക് അറിയില്ലല്ലോ മാർക്കറ്റ് അത്ര നിങ്ങൾക്ക് 10,000 ബുക്ക് ചെയ്യാമായിരുന്നു, 5,000 ബുക്ക് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് പോസിബിൾ അല്ല. നിങ്ങൾക്ക് അറിയാലോ, ട്രേഡിങ് കുറച്ച് കാലം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാവും. തുടക്കക്കാർക്കാണ് ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷനൊക്കെ വരിക. സമയം 12:04 നമുക്ക് ഒരു എൻട്രി റെഡിയാക്കി വെക്കാം. ഈ ഒരു ക്യാൻഡിലെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ അടുത്ത ക്യാൻഡിൽ. പ്രീമിയം 212 ഉള്ളൂ. ഇപ്പം നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിലിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. അതിൻ്റെ തൊട്ട് ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് ഉണ്ട്. അതൊക്കെ അത് എടുത്തിട്ടുണ്ട് കേട്ടോ ബാങ്ക് നിഫ്റ്റി. ഇനി നിഫ്റ്റി നമുക്ക് കയറാം. എന്തായാലും ഈ ഒരു ക്യാൻഡിലിനെ ജസ്റ്റ് ലോ എടുത്തു കഴിഞ്ഞാൽ കയറാം. 210 റേഞ്ചിലൊക്കെ പ്രീമിയം കിട്ടുമെന്ന് വിചാരിക്കുന്നു. നോക്കാം 24,750 കോൾ ഓപ്ഷനായിട്ടാണ് ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്.
നമ്മൾ 12.5 പക്ഷേ ആ ഒരു ക്യാൻഡിൻ്റെ ലോയിലേക്ക് മാർക്കറ്റ് വരുന്നില്ലല്ലേ. ഇനി അവിടെ നിന്ന് ഡയറക്റ്റ് പറന്നു പോവോ? എൻട്രി തന്ന് SL അടിച്ചാൽ എത്ര ടെൻഷൻ ഉണ്ടാവില്ല. എൻട്രി തരാതെ അവിടെ നിന്ന് പറന്നാൽ പോയാലായിരിക്കും ടെൻഷൻ അല്ലേ. നോക്കാം, വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു ഏരിയക്ക് ക്യാൻഡിലിൻ്റെ താഴേക്ക് വന്നിട്ട് ഒരു കോൾ ഓപ്ഷൻ എടുക്കാം. നമുക്കെപ്പോഴും ചെറിയ സ്റ്റോപ്പ് ലോസ് അല്ലേ, അപ്പോൾ നമ്മളെപ്പോഴും ലോവസ്റ്റ് ഏരിയയിൽ നിന്ന് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രൈ ആണ്. അതെപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. ഇനി കിട്ടിയാൽ തന്നെ ടാർഗറ്റ് അടിക്കണമെന്നില്ല, അറിയാലോ. നമ്മുടെ സെക്കൻഡ് ഇപ്പോൾ ഓൾറെഡി ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 2 പ്രോപ്പറായിട്ട് മൂന്നാമത്തെ ട്രേഡാണ്. പ്രോപ്പറായിട്ടുള്ള മൂന്നാമത്തെ ട്രേഡാണ്. കാരണം രണ്ടാമത്തെ ട്രേഡ് നമ്മൾ ഓൾറെഡി 10,000 എബോവ് അതുപോലെ ഒരു പുതിയ ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു ട്രേഡും കൂടെ ഒക്കെ ചെയ്യാം. ഒന്നോ നല്ല ഓപ്പർച്യൂണിറ്റി വരട്ടെ എന്നിട്ട് ചെയ്യാം. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. എൻട്രി ചെയ്യുന്ന നമുക്ക് എടുക്കാം. ഇല്ല, എൻട്രി വന്നിട്ടില്ല. ഞാനതൊരു അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:30 ആയിട്ടുണ്ട്. നമുക്ക് ഇതുവരെ എൻട്രി വന്നിട്ടില്ല. നേരത്തെ 210 എൻട്രി കിട്ടും നോക്കിയിരുന്നു. അപ്പോൾ 221 ആയിട്ടുണ്ട് പ്രീമിയം. നമുക്ക് ഏതായാലും ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എൻട്രി എടുക്കാം. നമ്മൾ നേരത്തെ ഏരിയയിൽ എൻട്രിക്ക് വെയിറ്റ് ചെയ്തു. ജസ്റ്റ് അതിൻ്റെ അടുത്ത് വരെ വന്നിട്ടാണ് മാർക്കറ്റ് പോയത്. എഗെയിൻ വീണ്ടും അതിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് എൻട്രി കിട്ടിയെന്ന്. ആണല്ലേ, നിങ്ങൾ ആ ഒരു ക്യാൻഡിൽ കണ്ട നേരത്തെ നമ്മൾ എൻട്രി പ്രതീക്ഷിക്കുന്ന ക്യാൻഡിലെ തൊട്ടടുത്ത് വരെ വന്നിട്ടാണ് വീണ്ടും പോയത്. ആ സമയത്ത് 212 ഉണ്ടായിരുന്നു പ്രീമിയം. ഞാൻ വിചാരിച്ച് 201 കിട്ടിയെന്ന്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, റെഡിയാക്കി വെക്കാം. ബാങ്ക് നിഫ്റ്റി ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ബാങ്ക് നിഫ്റ്റി ഒരു ഇൻറ്റേർണൽ ഏരിയ എന്നൊക്കെയാണ് മാർക്കറ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത ആളുകൾ അപ്സൈഡിലേക്ക് കയറിയിട്ടുണ്ടാവും. അവരൊക്കെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നത്. മുകളിലേക്ക് കയറിയിട്ടൊന്നുമില്ല, ഞാൻ പറയാം. അതുപോലെ ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം. 218 നമുക്ക് 17.95 എൻട്രി കിട്ടിയത് നമുക്ക്. കാരണം നേരത്തെ നമ്മൾ എന്താ പറയുക, സെയിം 24,750 എന്നുള്ള കോൾ ഓപ്ഷനിൽ തന്നെ ട്രേഡ് എടുത്തത് കൊണ്ട് ആവറേജ് പ്രൈസ് ആയിട്ട് വരിക. നമുക്ക് എന്താ പറയുക, നമ്മുടെ ട്രേഡിങ് മീൻസ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ 210 എൻട്രി നോക്കിയിരുന്നു. പക്ഷെ അവിടെ നിന്ന് എൻട്രി കിട്ടിയില്ല. വീണ്ടും മാർക്കറ്റ് ഒരുപാട് മുകളിലേക്ക് പോയിട്ടാണ് എൻട്രി നമുക്ക് തന്നത്. അതുകൊണ്ട് നമുക്ക് 218 റേഞ്ചിലാണ് ഇപ്പോൾ എൻട്രി കിട്ടിയത്. അപ്പം ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്, 600 പ്രോഫിറ്റാണ്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഇനി ഈ ട്രേഡിൽ നമുക്ക് ലോസ് വരികയാണെങ്കിൽ 3,000 ലോസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടലി എന്താ പറയുക 2 SL ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. ഇനി അഥവാ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 1:59 ആയിട്ടോ. അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്ന് പോസായിപ്പോയി. നമ്മുടെ ജസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് പോസായത്. അതിനുശേഷം ടാർഗറ്റ് 1:5 ആയപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ട്രേഡിൽ. നല്ലൊരു സ്പൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഓൾമോസ്റ്റ് നമുക്ക് 30 പോയിൻറ്റിലധികം ഉണ്ട് അല്ലേ. നമുക്ക് 218 എൻട്രി, 248 സംതിങ്ങിലൊക്കെ നമുക്ക് എക്സിറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക 13,000 സംതിങ് ഓവറോൾ പ്രോഫിറ്റ് ഉണ്ട്. ഈ ട്രേഡിൽ 15,937 ഉണ്ട് പ്രോഫിറ്റ്. അതായത് നമുക്ക് പിന്നെ എന്താ പറയുക, നേരത്തെ ട്രേഡ് ഒരു 1:5 അടിക്കാത്തതുകൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ട്രേഡിൽ കറക്റ്റ് 1:5 അടിച്ചിട്ടുണ്ട് ഏതായാലും. പക്ഷേ അതല്ല രസം, ബാങ്ക് നിഫ്റ്റിൻ്റെ പോക്കാണ് കേട്ടോ. ബാങ്ക് നിഫ്റ്റി അത് സെയിം ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ, ബാങ്ക് നിഫ്റ്റി 1:6 7 പോയി. നിഫ്റ്റി തീരെ മൊമെൻ്റ് ഇല്ല എന്നുള്ളതാണ്. നിഫ്റ്റിക്ക് പോകാൻ താല്പര്യമേ ഇല്ല. ബാങ്ക് ഇപ്പോഴും നല്ല സസ്റ്റെയിൻ ചെയ്ത് മുകളിൽ ഇങ്ങനെ നിൽക്കുക. അതായത് ബാങ്കിന് അപ്സൈഡിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് തന്നെയാണ്. പക്ഷേ നിഫ്റ്റി തീരെ സപ്പോർട്ടീവ് അല്ലാത്ത പോലെ. നമ്മൾ ട്രേഡ് എടുത്ത നിഫ്റ്റിയിലുമാണ്. ഭയങ്കര പ്രീമിയമാണ് ബാങ്കിൽ നിന്നാണെങ്കിൽ അടിപൊളി ട്രേഡ് ടാർഗറ്റ് നേരത്തെ അടിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഡേ ഹൈ എടുത്ത് ബാങ്ക്, അതുപോലെ
ഡേ ഹൈ ഏരിയ ഒക്കെ ബാങ്ക് എടുത്ത് ഇപ്പം 55,750 ബാങ്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ടാർജറ്റ് ഡേ ഹൈ ഒക്കെ വെച്ചാൽ തന്നെ അടിപൊളി ട്രേഡ് ആകുമായിരുന്നു. അത് പഠിച്ച് നല്ല പോയിന്റ് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഏതായാലും 2 മണിയായി. ഇനി നമുക്ക് ട്രേഡ് ചെയ്യണ്ട, ഓൾറെഡി നമ്മൾ അത്യാവശ്യം ട്രേഡ് ആയിട്ടുണ്ട്. നോക്കാം, ഇനി നല്ല ഏതെങ്കിലും ചാൻസ് വരാൻ തോന്നുകയാണെങ്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:27 നിഫ്റ്റിയിൽ ഒരു 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് നോക്കാൻ പറ്റിയ ഏരിയ. സമയം 2:27 നമുക്ക് അധികം സമയമില്ല, പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ എടുക്കും. 2:30 മുന്നായിട്ട് കിട്ടുകയാണെങ്കിൽ 2:35 കൂടുതൽ കിട്ടുകയാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നോക്കണ്ട. നമുക്ക് നമ്മുടെ എൻട്രി എന്താ പറയുക 24,750 കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. 525 ക്വാണ്ടിറ്റി, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ് റെഡിയാക്കി നിൽക്കാം. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ബാങ്കിലും ഒരു അപ്സൈഡിലേക്കുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ബാങ്ക് അവിടെ ഒരു IDX ആയിട്ടില്ല. ബാങ്ക് പിന്നെ ആ ഒരു ലോ എടുക്കണം പിന്നെ ട്രേഡ് കിട്ടണമെങ്കിൽ. പക്ഷെ ഇതാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ പകുതി 7:30 ആയില്ലേ. ഇനിയിപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലായാലും അപ്പ് സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. 2:28 നമുക്ക് എൻട്രി ഇത് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ നോക്കാം. അതായത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:46 നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ 2:46 സ്ഥിതിക്ക് നമ്മൾ എൻട്രി ചെയ്താലും എടുക്കില്ല ഇനി. കാരണം നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. 221 പ്രീമിയം വന്നിട്ടുണ്ട്. പക്ഷേ 221, 220, പക്ഷേ നമുക്ക് ആ ഒരു എൻട്രി വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ എടുത്ത് നോക്കായിരുന്നു. 2:30 മുന്നേക്ക് ആ ട്രേഡ് കിട്ടുകയാണെങ്കിൽ നോക്കാമായിരുന്നു. ഇനിയിപ്പം നമുക്ക് സമയമില്ല. കാരണം എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി വീണ്ടും സ്വിംഗ് ഹൈ ഒക്കെ എടുത്തിട്ടുണ്ട്, പ്രീവിയസ് ഡേ ഹൈ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി റിസ്ക് ചെയ്യാം. അല്ലെങ്കിലും 2:30 ശേഷം ട്രേഡ് ഇടുന്ന ഇച്ചിരി പ്രയാസമാണ്. പ്രയാസം വെച്ചാൽ ചില സമയത്ത് നല്ല മൂവ്മെൻ്റ് ഉണ്ടാവും, പക്ഷേ പ്രീമിയം നമ്മൾ വിചാരിച്ചു കൊടുത്തായിരിക്കും. ചിലപ്പോൾ സ്പോട്ട് പോകുമ്പോൾ പ്രീമിയം പോലെ, ചിലപ്പോൾ വെറുതെ പ്രീമിയം പോകും. അപ്പോൾ എപ്പോഴും 2:30 മുന്നേ എൻട്രി കിട്ടുകയാണ് എടുക്കുക. ആ എൻട്രി നമുക്ക് ക്ലോസ് ചെയ്യാം, അതൊന്നും ചെയ്യണ്ട. നമ്മൾ വേറെ ട്രേഡ്സ് ഒന്നുമില്ല, രാവിലത്തെ ട്രേഡ്സ് തന്നെ ഉള്ളൂ. പിന്നെ ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 13,000 പ്രോഫിറ്റ് ഉണ്ട്. ഇനി മൺഡേ നമുക്ക് നോക്കാം. ഈ മാസം നല്ല അടിപൊളിയായിരുന്നു അല്ലേ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് പ്രോഫിറ്റാണ്. ഇനിയിപ്പോൾ ജൂണിൽ എന്താ അവസ്ഥ എന്നറിയില്ല. നമുക്ക് എന്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം എപ്പോഴും എല്ലാ മാസം പ്രോഫിറ്റ് കിട്ടണമെന്നില്ല, അറിയാമല്ലോ. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓവറോൾ നോക്കുമ്പോൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പോകാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള നല്ലൊരു കോൺസെപ്റ്റാണ് ലിക്വിഡിറ്റി. അത്യാവശ്യം നല്ല പ്രോബബിലിറ്റി ഉള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ പിന്നെ ഡിസിപ്ലിനും കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ ആവാൻ പറ്റും. ഓക്കെ, ഏതായാലും എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. എല്ലാവരും അടിച്ച് പൊളിക്കുക. താങ്ക് യു, ബൈ.